രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. നമ്മൾ വർക്കല വെച്ച് നോക്കുകയാണെങ്കിൽ ജോയിക്കാണ് മുൻഗണന. അടൂർ പ്രകാശിന്റെ പേര് പറയുമ്പോൾ ഇവിടെ ശരിക്കും നേരത്തെ വികസനങ്ങൾ ബൈപ്പാസിലും മറ്റുമൊക്കെ കൊണ്ടുവന്നു, BSA ഉണ്ട്, അങ്ങനെ കുറച്ച് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം MP ആയിരുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് നല്ല വികസന കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. മോദി പൈസ കൊടുക്കുന്നു, അപ്പൊ ഇനി മോദി തന്നെ ഭരണത്തിൽ വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെൻഷൻ മുടങ്ങിയതുപോലെ കിസാൻ സമ്മാൻ 2000 കിട്ടുന്നതെല്ലാം മുടങ്ങും. അത് എന്ത് പറഞ്ഞിരുന്നാലും മറ്റുള്ളവരുടെ കയ്യിൽ ഒരു 2000 രൂപയെങ്കിലും അദ്ദേഹം കയറുന്നതിൽ കൊടുക്കുന്നുണ്ട്, കാർഷിക ഇതായിട്ടെങ്കിലും. ജോയി MLA സ്ഥാനാർത്ഥി BJPയുടെ താല്പര്യമുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വോട്ടർമാർ ചിന്തയിലാണ്. ആറ്റിങ്ങൽ ജനങ്ങൾ ആർക്കൊപ്പം? നേടാമുത്തരം വോട്ടർമാർ. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. നമ്മൾ വർക്കല വെച്ച് നോക്കുകയാണെങ്കിൽ ജോയിക്കാണ് മുൻഗണന. വർക്കല വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ കാര്യം മണ്ഡലം ഉണ്ടല്ലോ, പിന്നെ അവിടുത്തെ കാര്യം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അടൂർ പ്രകാശ് അടൂർ പ്രകാശിനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിന്റെ പേര് പറയുന്നത്? അടൂർ പ്രകാശിന്റെ പേര് പറയുമ്പോൾ ഇവിടെ ശരിക്കും നേരത്തെ വികസനങ്ങൾ ബൈപ്പാസിലും മറ്റുമൊക്കെ കൊണ്ടുവന്നു, BSA ഉണ്ട്, അങ്ങനെ കുറച്ച് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. മണ്ഡലങ്ങൾ ഒരു പ്രാവശ്യം MP ആയിട്ട് ഇരുന്നു. അപ്പോൾ അതിൻ്റെതായ പിന്നീട് തഴക്കവും പഴക്കവും ഒക്കെ വെച്ചുകൊണ്ട് അടൂർ പ്രകാശ് തന്നെയാണ് ജയിക്കാൻ സാധ്യത. തീർച്ചയായിട്ടും ജോയി ആകാൻ ചാൻസ്. എന്തുകൊണ്ടാണ് ജോയിയുടെ പേര് പറയുന്നത്? ഉള്ളല്ലോ, ഇവിടെ നാടിന് വികസനമുണ്ട്. MLA ആയിട്ടിരുന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി കാണുന്നുണ്ടല്ലോ വികസനം വന്ന കാര്യം. ജോയിയുടെ പേര് തീർച്ചയായിട്ടും. അപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? ജോയി ജയിക്കും. എന്തുകൊണ്ടാണ് ജോയിയുടെ പേര്? ജോയി ജയിക്കുന്നുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടുകാരനാണ്, മെയിനായിട്ട് ഈ നാട്ടുകാരനാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ വരുവാണല്ലോ. അപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് ചേട്ടൻ വിചാരിക്കുന്നത്? BJP. മുരളീധരനെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മുരളീധരൻ ജയിക്കുമെന്ന് പറയുന്നത്? അതിപ്പോ അവരാകുമ്പോ കുറച്ച് വർഷം കൊണ്ട് അവരാകുമ്പോൾ ഇങ്ങോട്ട് പ്രതീക്ഷ. അദ്ദേഹം ഓൾറെഡി കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണോ? എനിക്കറിയില്ല. എന്നാലും ചേട്ടൻ നിഗമനത്തിന്റെ ആരായിരിക്കും കൂടുതൽ സാധ്യതയുണ്ട്? അടൂർ പ്രകാശാണ് സാധ്യതയുള്ളത്. അത് എന്തുകൊണ്ടാ? അയാൾ ജനസാധനം പിടിച്ചു പറ്റിയ ആളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ല മനുഷ്യനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ നല്ല പ്രൊജക്ട്. അടൂർ പ്രകാശ് ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അടൂർ പ്രകാശ്? അടൂർ പ്രകാശ് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ പ്രകാശുള്ള നല്ല കാര്യങ്ങൾ, മന്ത്രിയായിരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം MP ആയിരുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് നല്ല വികസന കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾ ജയിക്കാനാണ് സാധ്യത. ഇപ്പൊ ഇലക്ഷൻ ആണല്ലോ. അപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതായിട്ട് വിചാരിക്കുന്നത്? ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മളെ ഓരോ ചെയ്തികളും വെച്ച് നോക്കുമ്പോൾ മെജോറിറ്റി കൂടുതലും അടൂർ പ്രകാശിനാണെങ്കിൽ തന്നെ സെക്കൻഡ് സ്ഥാനത്ത് BJP വരാണ്, മൂന്നാം സ്ഥാനത്ത് LDF പോകാനുള്ള ഒരു സാധ്യത കാണുന്നു. അപ്പൊ ഇവിടെ UDF-ഉം BJP തമ്മിലുള്ള മത്സരം നല്ലൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നേ മുരളീധരനായിരിക്കും, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആയിരിക്കും. CPM മൂന്നാം സ്ഥാനത്തേക്ക്. ഇപ്പൊ ഇവിടെ ഭരിക്കുന്നവരും ഇരിക്കുന്ന MP ഇവിടെ ഒന്നും ചെയ്ത് കാണുന്നില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പൊ നമ്മുടെ ഒരു സാധാരണക്കാരനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി പൈസ കൊടുക്കുന്നു, അപ്പൊ ഇനി മോദി തന്നെ ഭരണത്തിൽ വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെൻഷൻ മുടങ്ങിയതുപോലെ കിസാൻ സമ്മാൻ 2000 കിട്ടുന്നതെല്ലാം മുടങ്ങും. അതൊന്നും മുരളിയായിരിക്കും വരാനാണ് ചാൻസ്. BJP സാധ്യത ചേട്ടൻ പറയാം. ഈ പാർലമെന്റ് ഇലക്ഷൻ ആര് ജയിക്കുന്നതാണ് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുരളീധരന്റെ പേര് പറയുന്നത്? മുരളീധരനാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് താണപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുരളീധരനാണ് ഓടി വരുന്നത്. ഒരു 1.5 കൊല്ലമായിട്ട് ഈ ആറ്റിങ്ങൽ 1.5 കൊല്ലമായിട്ട് ഇവിടെ ആറ്റിങ്ങൽ പാർലമെന്റിൽ എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ മുരളീധരൻ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്. ഒരു 3.5 കൊല്ലമായിട്ട് ആറ്റിങ്ങൽ പാർലമെന്റിൽ തന്നെ ഉണ്ട്. മുരളീധരൻ തന്നെ BJPയുടെ താല്പര്യമുള്ളതാണ്. മുരളീധരൻ ജയിക്കുന്നതാണ് പറയുന്നത്. എന്നാണ് എന്റെ വിശ്വാസം. ജോയി MLA സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു ചേച്ചി പറയുന്നത്? നാടിന് വേണ്ടി ഒരുപാട് വികസനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീ സമത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജോയി MLAയുടെ നേതൃത്വത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. നല്ല വികസനമാണ് നമ്മളെ വർക്കലയിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പൊതുവെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജോയി MLA വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ.
അപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് ആര് ജയിച്ചാൽ കൊള്ളാമെന്നുള്ളത് ഇവർ രണ്ടുപേരും കയറിയിട്ടുണ്ടായിരുന്നു. എന്ത് നമ്മൾ ഒരു പൊതു അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പൊ ഇവര് തന്നെ ഇപ്പൊ പാർലമെന്റിലെ MP അവരെ അത്രയും വെളിയിലാക്കിയിട്ടാണ് അവരെല്ലാം പാസ്സാക്കിയത് തന്നെ. അപ്പം ഇവര് കോൺഗ്രസ് ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വരുന്നു. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പം അടൂർ പ്രകാശ് കഴിഞ്ഞാണ് ഇവിടെ വന്ന് ഒരു പ്രകടനമില്ലാതെ തന്നെ എടുത്തു കൈ തറയിൽ വീണത് എടുത്തോണ്ട് പോയതാണ്. എന്നിട്ട് ഇവിടെ ഒരു MP പോലും നമ്മൾ കണ്ടിട്ടില്ല. അടൂർ പ്രകാശിന്റെ ഒരു MP പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഒരു വികസനത്തിന് മറ്റുള്ളവരില്ല. ആ പിന്നമുട്ടില്ല കയറ്റി എത്രയും നാളുകൊണ്ട് ആരെല്ലാം ഇവിടെ ഇരുന്നു, ഇടതുപക്ഷം ഇരുന്നു, കോൺഗ്രസ് ഇരുന്നു. ഇന്ന് വരെ അവിടുത്തെ ആ ട്രാഫിക് ജാമ് ഇതുവരെയായിട്ട് ആർക്കും പരിഹരിക്കാനൊക്കില്ല. പൊതു ഒരു അഭിപ്രായം നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ആര് കയറിയിരുന്നുണ്ട്, നമുക്ക് പാർട്ടിയല്ല പറയും, നമുക്ക് എന്തിനു നാട്ടിന് വേണ്ടി ചെയ്യുന്ന നല്ല ആൾക്കാർ, പഴയ ഒരു കാലഘട്ടത്തിൽ ഇരുന്നവർ ആൾക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇന്ന് അവരായ സ്വാതന്ത്ര്യങ്ങൾക്ക് മാത്രം കയറുന്ന ഒരിതാണ് ഞാൻ പറയുന്നത്. ശരിയാ? അപ്പം അത് ഇന്ന് കയറുന്നത് നമ്മളെപ്പോലെ പാവപ്പെട്ടവരെ ആട്ടോക്കാരാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരായിരിക്കണം. ഇന്ന് അവർ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തേ ഇല്ല. അവർ കാറിൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, മറ്റുള്ള കാര്യം വരുന്നു, അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു, ഇവിടെ ഉദ്ഘാടനം, മറ്റുള്ള പാവപ്പെട്ടവൻ്റെ ഏതെങ്കിലും ഒരു വീട്ടിലൊരു കാര്യം. ഇത്തരം ഞാനൊരു പട്ടികജാതിപ്പെട്ടതാണ്. ഇന്ന് വരെയായിട്ട് എനിക്ക് ഒരു ആനുകൂല്യം കൂടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പോയി കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചത് തന്നെ അതാണ് ഒരു ഏറ്റവും വളരെ ഇത്. എൻ്റെ വീട്ടുകാരുടെ ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്നു, ഞാൻ ആട്ടോ ഓടിക്കുന്നു, 2 കൊച്ചുങ്ങൾ പഠിക്കുന്നു. ഇന്ന് വരെയായിട്ട് നമുക്കൊരു ആനുകൂല്യം കൂടെ നമുക്ക് കിട്ടുന്നില്ല, മറ്റുള്ള ഒരു ഇതില്ല. അപ്പം ഇതെല്ലാം ഈ സർക്കാരിൽ കയറുന്നു. മറ്റുള്ള എന്തെങ്കിലും ഈ MP ആയിരുന്നല്ലോ MLA ആയിരുന്നാലും ആ ആനുകൂല്യങ്ങളോ മറ്റുള്ളതോ കിട്ടുന്നോ ഇല്ലെന്നുള്ള ഇവരാരും നോക്കുന്നില്ല. അത് എന്ത് പറഞ്ഞിരുന്നാലും മറ്റുള്ളവരുടെ കയ്യിൽ ഒരു 2000 രൂപയെങ്കിലും അദ്ദേഹം കയറുന്നതിൽ കൊടുക്കുന്നുണ്ട്, കാർഷിക ഇതായിട്ടെങ്കിലും. അല്ലാതെ ഇവർ കയറിയിട്ട് മറ്റുള്ള ഇപ്പം ഇവർ കയറിയതിനായിട്ട് അരിയില്ല, മറ്റുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിലുള്ള അരി തീർന്ന് ഈ കിടക്കുന്ന ഒരു വക റേഷൻ കടയിൽ നിങ്ങളെ വീട്ടുകാരും പോയി മണ്ണെണ്ണ ഇല്ല, മറ്റുള്ള കാര്യങ്ങളില്ല. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 72 രൂപ. പെട്രോൾ ആവട്ടെ ബാക്കിയുള്ള എല്ലാം പൊതു ഒരു അഭിപ്രായമാണ്. ഞാൻ സമൂഹത്തിൽ നമ്മൾ ഈ നടക്കുന്ന അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഉപ്പിത്തൊട്ട് കർപ്പൂരം വരത്തെ സാധനങ്ങൾക്കെല്ലാം വേണ്ടി ഇവർക്ക് അതൊന്ന് ചോദിക്കാനോ അതിനെ തിരക്കാനോ മൊബൈൽ സ്റ്റോറിൽ ഒരു സാധനമില്ല. നമ്മൾ മൊബൈൽ സ്റ്റോറിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്, അവിടെ ചെന്ന ഒരു സാധനവും ഇല്ല. അങ്ങനെ ഇതെല്ലാം ഒരു പൊതു പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് വരെയായിട്ട് അവർ കയറി ഈ 2 പാർട്ടിക്കാരും മാറിയും തൊരിഞ്ഞ് കയറി. ഇടതുപക്ഷവും ഇനിയൊരു മാറ്റം വരണം, അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഇതാണ്. ആര് കയറുന്നിരുന്നാലും നമുക്ക് രാഷ്ട്രീയമല്ല, നമുക്ക് വികസനത്തിന്റെ നാഴികക്കല്ലിലോട്ട് മാറും. അതാണ് നമ്മളെ ഒരു പൊതു അഭിപ്രായം. നമ്മൾ ജയിക്കുന്ന പാർട്ടിയിലൂടെ തോക്കുന്ന പാർട്ടിയിലൂടെ നല്ലത് ആര് ചെയ്യൂ അവരെ കൂടെയാണ് നമ്മൾ. ഇവിടെ ഇലക്ഷൻ വരികയാണല്ലോ, പാർലമെന്റ് ഇലക്ഷൻ. അപ്പൊ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തില് ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ, അപ്പുറം വരും.